നമസ്കാരം, ഞാൻ നിരഞ്ജന. പൂക്കുളത്തൂർ CHM ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് മാജിക്കുകളുടെ ഒരു കലവറയാണ്. ഇവിടെ ഞാൻ ലളിതമായ 2 മാജിക്കുകളാണ് നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. ആദ്യത്തെ മാജിക്കിന്റെ പേര് സ്നേഹത്തിന്റെ ശക്തി. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ഒക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഒരുവിധം എല്ലാ കുട്ടികൾക്കും മടിയായി തുടങ്ങിയിരിക്കുകയാണ്. എഴുതാനും കാണാനും ഒക്കെ മടിയായി തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ അങ്ങനെയുള്ള 2 കുട്ടികളുടെ വീട്ടിലാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പുവിന്റെയും അമ്മുവിന്റെയും. ഇവര് ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. അപ്പു എഴുന്നേൽക്ക്, അമ്മു എഴുന്നേൽക്ക്. അപ്പു, നിങ്ങൾ എന്താ ഇങ്ങനെ ഉറങ്ങുന്നത്? എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ. അവരെഴുന്നേൽക്കുന്നേ ഇല്ല. ഇനി നമുക്ക് അവരെ ഒന്ന് സ്നേഹത്തോടെ തലോടിക്കൊണ്ട് വിളിച്ചു നോക്കാം. അപ്പു എഴുന്നേൽക്കൂ. അമ്മു എഴുന്നേൽക്കൂ. അമ്മു എഴുന്നേൽക്കൂ. ഇവരിപ്പോ എഴുന്നേൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിന്റെ തത്വത്തിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ 2 ബോട്ടിലുകളും 2 ബലൂണുകളുമാണ് ഉപയോഗിച്ചത്. ബോട്ടിലുകളിൽ ഞാൻ വിനാഗിരി ഒഴിച്ചു വെച്ചിരുന്നു. പിന്നെ ഈ 2 ബലൂണുകളിലും അപ്പസോഡ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഇത് ഞാൻ തലോടിയപ്പോൾ ഇതിലുണ്ടായിരുന്ന അപ്പസോഡ താഴേക്ക് വീണു. അപ്പോ വിനാഗിരിയും അപ്പസോഡയും തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. വിനാഗിരിയും അപ്പസോഡയും യഥാക്രമം അസറ്റിക് ആസിഡും സോഡിയം ബൈകാർബണേറ്റുമാണ്. ഇവ തമ്മിലുള്ള രാസപ്രവർത്തനത്തിന്റെ ഫലമായി സോഡിയം അസറ്റേറ്റും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ബലൂണിനകത്ത് നിറയുന്നത് കൊണ്ടാണ് ബലൂൺ വീർക്കുന്നതിന് കാരണമായത്. ഇനി നമുക്ക് രണ്ടാമത്തെ മാജിക്കിലേക്ക് കടക്കാം. മാജിക്കിന്റെ പേര് മാന്ത്രിക കുളം. ഇപ്പൊ എന്റെ മുന്നിൽ ഒരു മാന്ത്രിക കുളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ മാന്ത്രിക കുളത്തിലേക്ക് എന്ത് വസ്തുക്കൾ ഇട്ടാലും അത് ഇല്ലാതെയാകും. വേണമെങ്കിൽ ഈ മാന്ത്രിക കുളം അതിനെ ഭക്ഷിക്കും എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഓരോന്ന് ഇട്ട് നോക്കാം. ഞാനിവിടെ വെട്ടി വെച്ചിരിക്കുന്നുണ്ട് കുറച്ച് വസ്തുക്കൾ. അവ ഞാൻ ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു കോഴിക്കുഞ്ഞിനെയാണ് ഇട്ടത്. ഇനി ഞാൻ 2 ഇലകൾ ഇടാൻ പോവുകയാണ്. ഇത് ഞാനത് വെട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ബാക്കി കഷ്ണങ്ങളാണിത്. അത് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഇപ്പൊ ഞാൻ ഇതിലേക്ക് നോക്കുമ്പോ ഒരു വസ്തു ഇതിൽ കാണുന്നില്ല. കണ്ടില്ലേ? ഒന്നും കാണുന്നില്ല ഇതില്. ഇനി നമുക്ക് ഇതിന്റെ തത്വത്തിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരുന്ന കുളത്തിൽ ഒഴിച്ചിരുന്ന വെള്ളം സാധാരണ വെള്ളമായിരുന്നില്ല. അതിലേക്ക് ഞാൻ പെട്രോൾ ആയിരുന്നു ഒഴിച്ചിരുന്നത്. കൂടാതെ ഇതിലേക്കിട്ട വസ്തുക്കൾ തെർമോകോളിൽ വെട്ടിയെടുത്ത വസ്തുക്കളായിരുന്നു. തെർമോകോൾ ഒരു പെട്രോളിയം ഉൽപ്പന്നമാണ്. സമാനമായതിനെ ലയിപ്പിക്കും എന്ന് രസതന്ത്രത്തിൽ ഒരു പഴമൊഴിയുണ്ട്. ഈ പെട്രോളിലേക്ക് തെർമോകോൾ ഇട്ടപ്പോൾ തെർമോകോൾ പൂർണ്ണമായും അപ്രത്യക്ഷമാവാൻ കാരണം പെട്രോളിന് തന്മാത്രാന്തര സ്ഥലം വളരെ കൂടുതലാണ് എന്നതും, കൂടാതെ കാഴ്ചയിൽ വലിയ അളവുണ്ടെങ്കിലും തെർമോകോളിന് സാന്ദ്രത കുറവായതിനാൽ മൊത്തം ദ്രവ്യമാനം അഥവാ മാസ് കുറവായിരിക്കും എന്നതും കൂടുതൽ ലേയത്വം സാധ്യമാക്കുന്നു. ഇതോടുകൂടി എന്റെ മാജിക് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.